അബ്ബാ അന്ന് നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് ബാഗ് വാങ്ങാൻ നോക്കിയില്ലേ, പൈസ കൂടുതലായിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് പോകുന്നില്ലേ, അതേ ബാഗിന് തന്നെ പകുതി പൈസക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്. വാങ്ങിയാലോ? അങ്ങനെ ഉണ്ടോ മോളെ? അപ്പം ഒരു സംഗതി നിങ്ങൾ പറഞ്ഞുതരാം. ഓൺലൈനിൽ വാങ്ങിയപ്പോൾ എന്താ പ്രശ്നം? എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൺലൈനിലാണ് വാങ്ങല്. ഞാൻ പറഞ്ഞുതരാം, നീ കുത്തിരി വാ. അബ്ബാ, എൻ്റെ സൈക്കിൾ ഓൺലൈനിൽ വാങ്ങിയാലോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് എൻ്റെ സൈക്കിൾ ഓൺലൈനിൽ വില കുറച്ച് കിട്ടും. നിങ്ങൾ രണ്ടാൾക്കും കേൾക്കാൻ വേണ്ടിയിട്ട് അബ്ബ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ എന്തുകൊണ്ട് അവിടുന്ന് വാങ്ങുന്നില്ല എന്നുള്ളതല്ലേ. നമ്മുടെ നാട്ടിൽ ഓരോ ആളുകൾ ഷോപ്പുകൾ തുറക്കുന്നുണ്ട്. ഓരോ ആളുകളും ഓരോ നാട്ടിലുള്ള ആളുകളെ കണ്ടിട്ടാണ് ഷോപ്പ് തുറക്കുന്നത്. ആ നാട്ടിലുള്ള ആളുകൾ ആ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങിയിട്ടില്ല എങ്കിൽ എന്താവും? അവർക്ക് നഷ്ടം വരും. അപ്പം അവർക്ക് നഷ്ടം വരുന്നത് മാത്രമാണ് ഉണ്ടാവുക. അല്ല, നമുക്ക് സാമൂഹിക ബാധ്യത എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ആ ബാധ്യതയിൽപ്പെട്ടതാണ് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് സഹായമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക. നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് സാധനങ്ങൾ വാങ്ങുക, നമ്മളെ അയൽവാസികളോടുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുക, അതുപോലുള്ള കുറേ സംഗതികൾ എന്തുണ്ട്, ബാധ്യതയായിട്ടുണ്ട്. ആ ഒരു സാമൂഹിക ബാധ്യത നമ്മൾ നിറവേറ്റുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ നിന്നും തൊട്ടങ്ങാടിയുള്ള ഷോപ്പുകളിൽ നിന്നും സാധനം വാങ്ങി തരാം. പിന്നെ അതുമല്ല, ഈ സമയത്ത് ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം വയനാട്ടിൽ വലിയൊരു ദുരന്തം വന്നു. ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് 2018. അപ്പോൾ ഈ സമയത്തൊന്നും ഒരു ഓൺലൈൻ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഒരു സഹായമായിട്ട് അവിടെ കിട്ടില്ല. ഒരു പൈസ പോലും അവർ കൊടുക്കില്ല. കൊടുക്കുന്നത് ഒന്നുകിൽ നമ്മളെപ്പോലുള്ള ആളുകൾ, നമ്മളെ കൂട്ടത്തിലുള്ള രൂപത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണ കച്ചവടക്കാർ. ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ഇത് കച്ചവടം കൂടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ സംഗതി ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ വീഡിയോയിൽ ഇയാൾ ഷോപ്പിൽ നിന്ന് മൂപ്പര് പറയുന്ന എത്ര കിട്ടിയാലും അവിടെ തരുന്നതാണ്. മൂപ്പരെ ഷോപ്പിൽ മൂപ്പരെ സാധനങ്ങൾ എടുത്തിട്ട് മൂപ്പര് ഇത് പിന്നെ മക്കൾക്കുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ മൂപ്പര് അവിടെ കൊടുക്കുക. അവിടേക്ക് കൊടുത്തയക്കും. മൂപ്പർക്ക് അതിലൊരു വിഷമം തോന്നില്ല. പക്ഷേ മൂപ്പരെ പോലുള്ള ആളുകൾ വളരെ നമ്മളെ ചുറ്റുവട്ടത്തിൽ നിന്ന് സാധനങ്ങളുമാണ്. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സാധനം വാങ്ങിയാൽ ഇതുപോലുള്ള നമ്മളെ ചുറ്റുപാടും നമുക്കുള്ള ഇതുപോലെ സഹായം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊന്നും വളരില്ല. അപ്പം നമ്മൾ ഈ വയനാടിൻ്റെ ദുരന്തം പോലുള്ള ദുരന്തങ്ങളിൽ സഹായിക്കാൻ മനസ്സുള്ളവരെ സഹായിക്കലും കൂടി നമ്മൾ ഈ കടമ നിറവേറ്റുന്നതിലൂടെ നടക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സാമൂഹിക ബാധ്യത നമ്മൾ നിറവേറ്റേണ്ടത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ഫ്രണ്ട്സിനോടും പിന്നെ ഇങ്ങനെ ചെറിയ പൈസ ലാഭം നോക്കിയിട്ട് പോകുന്ന ഫ്രണ്ട്സിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളും ഇനി അങ്ങോട്ട് ഈ ഓൺലൈൻ പരിപാടികൾ ആലോചിച്ച് നിൽക്കുകയേ ചെയ്യരുത്.